ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും പീഡിയാട്രീഷ്യൻ ആണ്. അത് ഡെവലപ്മെന്റ് പീഡിയാട്രിക്സ് എന്ന സബ് സ്പെഷ്യാലിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം മെഡിക്കലായിട്ട് ഉള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കും. ചില കുട്ടികൾക്ക് രക്തക്കുറവും ഒക്കെ കാരണം, അയൺ ഡെഫിഷ്യൻസി ഒക്കെ കാരണം ചിലപ്പം പിന്നെ കോൺസെൻട്രേഷൻ കുറയുന്നത്, ചിലപ്പം മെഡിക്കലായിട്ട് ഹൈപ്പോതൈറോയിഡിസം, B12 ഡെഫിഷ്യൻസി, അങ്ങനെ ഒത്തിരി ന്യൂട്രീഷണൽ കോസ് ഉണ്ടാവാം. ഇനി ഡെവലപ്മെന്റൽ പ്രോബ്ലത്തിന് ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്നതിൻ്റെ കാരണം അങ്ങനെ നോക്കും. അല്ലെങ്കിൽ ന്യൂറോ മെറ്റബോളിക് ആയിട്ടുള്ള വിഷയങ്ങളുണ്ടോ എന്ന് നോക്കും. ഇത് കാരണമല്ല ഡെവലപ്മെൻ്റൽ ഇഷ്യൂ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ട്. ചില കേസുകളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടെ തുടങ്ങേണ്ടി വരും. ഏത് കുട്ടി വന്നു കഴിഞ്ഞാലും ബിഹേവിയർ ആയിക്കോട്ടെ, ഡെവലപ്മെൻ്റൽ ഇഷ്യൂ ആയിക്കോട്ടെ, മെഡിക്കലായിട്ടുള്ള വിഷയങ്ങൾ ആദ്യം റോൾ ഔട്ട് ചെയ്യണം. ഇനി നമ്മൾ ഓട്ടിസം അല്ലെങ്കിൽ ADHD ഒക്കെ കൺഫേം ചെയ്താൽ തന്നെ ഒത്തിരി കുട്ടികൾക്ക് കോമോബിഡ് കണ്ടീഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഭക്ഷണ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാവാം, അങ്ങനെ ഒത്തിരി പ്രശ്നം. അപ്പോൾ കോമോബിഡ് കണ്ടീഷൻസും ചിലപ്പം മെഡിക്കലായിട്ടുള്ള മാനേജ്മെൻറ്റ് വേണ്ടി വരും. അതിനും നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ തെറാപ്പിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനാണ് മൊത്തത്തിൽ ഈ കുട്ടിയുടെ തെറാപ്പി പ്ലാൻ ചെയ്യുന്നതും അതേപോലെ കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ റെഫർ ചെയ്യുന്നതും. അങ്ങനെ റെഫർ ചെയ്ത് തന്നെ നമ്മൾ ഡെവലപ്മെൻറ്റ് പീഡിയാട്രിക്സ് നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ആളുകളുമായിട്ട്. അപ്പം സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റും ഡെവലപ്മെൻറ്റ് സൈക്കോളജിസ്റ്റൊക്കെ നമ്മൾ കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അത് സൂപ്പർവൈസ് ചെയ്യും, എങ്ങനെയാണ് തെറാപ്പി പ്ലാൻ ചെയ്യുന്നതും അതിൻ്റെ ഓൺഗോയിങ് ഫോളോ അപ്പ്. മൊത്തത്തിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് നീഡുള്ള കുട്ടികൾക്ക് ഒന്ന് എത്തിയോളജി, കാരണം കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളിൽ, പിന്നെ കോമോബിഡ് കണ്ടീഷൻസ്, അതിൻ്റെ അസോസിയേറ്റ് ചെയ്തുള്ള കണ്ടീഷൻസ്, പിന്നെ ഓൺഗോയിങ് ആയിട്ടുള്ള തെറാപ്പി സൂപ്പർവിഷൻ, ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ ചെയ്യുന്നത്. കൂടെ തന്നെ ചില കണ്ടീഷൻസ് നമുക്ക് മെഡിക്കേഷന് കൂടെ തുടങ്ങേണ്ടി വരും തെറാപ്പിയുടെ കൂടെ തന്നെ. അതിനും ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ ആയിരിക്കും സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ചില സമയങ്ങളിൽ ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, സീഷേഴ്സ് ഒക്കെ ഉള്ള കുട്ടികൾ, അവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് ന്യൂറോളജിസ്റ്റിന് റെഫർ ചെയ്യുന്നത്, മറ്റേ ജനറ്റിക് പ്രോബ്ലംസ് ചിലപ്പം ജനറ്റിസ്റ്റിന് റെഫർ ചെയ്യുന്നത്, ENT ഡോക്ടറിന് റെഫർ ചെയ്യുന്നത്, അത് മറ്റ് സ്പെഷ്യാലിറ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാം. ചില കുട്ടികൾക്ക് സെറിബ്രൽ വിഷ്വൽ ഇമ്പയർമെൻ്റ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം പീഡിയാട്രിക് ഒഫ്താൽമോളജി ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്, ഇത്തരം കണ്ടീഷൻസ് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതും ഡെവലപ്മെൻറ്റ് പീഡിയാട്രിക്സ് ആയിരിക്കും.